ഹായ്, നമ്മളിപ്പോൾ ഒരു വലിയൊരു കാട്ടിലാണല്ലേ. നല്ല ഒരു സുന്ദരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ലൊരു കാട്. ഈ കാട്ടിൽ ഇഷ്ടം പോലെ എന്തുണ്ട്? പ്ലാന്റ്സ് ഉണ്ട്. സ്വാഭാവികം, കാട്ടിൽ എന്തായാലും പ്ലാന്റ്സ് എല്ലാം ഉണ്ടാവുള്ളൂ. പ്ലാന്റ്സ് അനിമൽസ് ഒക്കെ ഉണ്ടാവും. എന്നാൽ ഈ പ്ലാന്റ്സ് കാട്ടിൽ മാത്രമല്ല നാട്ടിലൊക്കെ പ്ലാന്റ്സ് ഉണ്ടാവും. ഈ പ്ലാന്റ്സ് പൊതുവെ എവിടെയാണ് വളരുക? മണ്ണിലാണ് വളരുക. എന്താ മണ്ണിൽ വളരുന്നത്? മാനത്ത് പോയി വളർന്നാൽ പോരാ. എന്തുകൊണ്ട് മണ്ണിൽ വളരുന്നതെന്ന് ചോദിച്ചാൽ, മണ്ണിൽ നിന്നാണ് ഈ പ്ലാന്റ്സിന് വളരാൻ ആവശ്യമായിട്ടുള്ള എന്ത് കിട്ടുക? എലമെന്റ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കിട്ടുക. അതുകൊണ്ടാണ് പ്ലാന്റ്സ് എവിടെ വളരുന്നത്? മണ്ണിൽ വളരുന്നത്. കാരണം പ്ലാന്റ്സ് എന്തുകൊണ്ട് മണ്ണിൽ കുഴിച്ചിടുന്നു, മണ്ണിൽ വളരുന്നു എന്ന് ചോദിച്ചാൽ, പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വളരാൻ ആവശ്യമായിട്ടുള്ള ഗ്രോത്തിന് ആവശ്യമായുള്ള ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് സോയിൽ നിന്നാണ്. ഒബ്റ്റൈൻഡ് ഫ്രം സോയിലാണ്, മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലാതെ മാനത്ത് നിന്ന് കിട്ടൂല. അതുകൊണ്ടാണ് മാനത്ത് പോയി കുഴിച്ചിടാത്തത്, മണ്ണിൽ കുഴിച്ചിടുന്നത്. ഓക്കെ, അപ്പൊ പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് എവിടെ നിന്ന് കിട്ടുന്നു? മണ്ണിൽ നിന്ന് കിട്ടുന്നു. അതിലാർക്കും ഡൗട്ടൊന്നുമില്ല. ഈ കിട്ടുന്ന ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, അത് രണ്ട് ടൈപ്പാണ്. ഒന്ന് മാക്രോ ന്യൂട്രിയന്റ്, രണ്ട് മൈക്രോ ന്യൂട്രിയന്റ്. പേരിൽ തന്നെ ഉണ്ട് മാക്രോ, പേക്രോ. എന്ന് വെച്ചാൽ അത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട്. പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ദാറ്റ്സ് എലമെന്റ്സ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. പ്ലാന്റ്സിന് ആ എലമെന്റ്സ് ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട്. അതേസമയം മൈക്രോ ന്യൂട്രിയന്റ്, പേരിൽ തന്നെ ഉണ്ടല്ലോ മൈക്രോ ബിറ്റ്, മൈക്രോ കോപ്പി എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ സ്മാൾ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളൂ. ദേ ആർ റിക്വയർഡ് ഇൻ ഓൺലി വെരി സ്മാൾ ക്വാണ്ടിറ്റീസ്. വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളതാണ് അത് മൈക്രോ ന്യൂട്രിയൻസ്. കൂടിയ അളവിൽ ആവശ്യമുള്ളതാണ് മാക്രോ ന്യൂട്രിയൻസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി മാക്രോ ന്യൂട്രിയൻസിന് ഉദാഹരണം നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഇതൊക്കെയാണ് മാക്രോ ന്യൂട്രിയന്റിന്റെ ഉദാഹരണം. അതേസമയം മൈക്രോ ന്യൂട്രിയന്റിന്റെ ഉദാഹരണം ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ. ഇത്രയും ആൾക്കാർ മൈക്രോ ന്യൂട്രിയൻസിന് ഉദാഹരണം ഉണ്ട്. സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യം വരിക, ബോറോൺ മാക്രോ ആണോ മൈക്രോ ആണോ ചോദിക്കും. മാംഗനീസ് മാക്രോ ആണോ മൈക്രോ ആണോ ചോദിക്കും. കാൽഷ്യം മാക്രോ ആണോ മൈക്രോ ആണോ ചോദിക്കും. അപ്പൊ നമ്മൾ ആകെ കുടുങ്ങിപ്പോകും. കാരണം നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ എത്തുമ്പോഴാണല്ലോ ഒരു കൺഫ്യൂഷൻ കൂടുക. പരീക്ഷയിൽ ഒരു കൺഫ്യൂഷൻ കൂടുമല്ലോ. അതിനൊരു ബുദ്ധിയുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല കുട്ടികൾക്കും. നിങ്ങൾ ഈ കോഡ് ആലോചിക്കുക. പോ നൈട്രാഫ കാമാസു എന്നാലോചിക്കുക. ഇത് ആരുടെ കോഡാന്ന് അറിയോ? ഇത് മാക്രോ ന്യൂട്രിയന്റ് പഠിക്കാനുള്ള കോഡാണ്. പോ നൈട്രാഫ കാമാസു. എന്താ പോ നൈട്രാഫ കാമാസു കൊണ്ട് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ, പോ മീൻസ് പൊട്ടാസ്യം. അപ്പൊ പൊട്ടാസ്യം എന്താണ്? മാക്രോ ന്യൂട്രിയന്റ് ആണ്. കാരണം ഇത് ആരുടെ കോഡാണ്? ഇത് മാക്രോ ന്യൂട്രിയന്റിന്റെ കോഡാണ്. നൈട്ര എന്താണ്? നൈട്രജൻ ആണ്. അപ്പൊ ഇത് എന്താണ്? മാക്രോ ന്യൂട്രിയന്റ് ആണ്. കാരണം ഇത് അതിന്റെ കോഡാണ്. പോ നൈട്രാഫ. അപ്പൊ പോ പൊട്ടാസ്യം, നൈട്രജൻ, ഫോസ്ഫറസ് എന്താണ്? മാക്രോ ന്യൂട്രിയന്റ് ആണ്. പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. അപ്പൊ പോ നൈട്രാഫ കാമാസുയിലെ പോ പൊട്ടാസ്യം, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഇതൊക്കെ എന്താണ്? മാക്രോ ന്യൂട്രിയന്റ് ആണ്. അപ്പൊ ഇതെല്ലാത്തതൊക്കെ എന്തായിരിക്കും? മൈക്രോ ന്യൂട്രിയന്റ് ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അയൺ മാക്രോ ആണോ മൈക്രോ ആണോ എന്ന് ചോദിക്കാണ്. അപ്പൊ നമ്മള് പോ നൈട്രാഫ കാമാസു, അതിൽ അയൺ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് മാക്രോ അല്ല. അപ്പൊ ഇന്നെന്തായിരിക്കും? മൈക്രോ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. എന്നാ അടുത്തത് മോളിബ്ഡിനം മാക്രോ ആണോ മൈക്രോ ആണോ ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പോ നൈട്രാഫ കാമാസു, അതിൽ മോളിബ്ഡിനം ഉണ്ടോ? ഇല്ല. അപ്പൊ അതെന്തായിരിക്കും? മൈക്രോ ആയിരിക്കും. സിമ്പിൾ. എന്നാല് പൊട്ടാസ്യം, പോ നൈട്രാഫ കാമാസു, അതിൽ പൊട്ടാസ്യം. അപ്പൊ അതെന്തായിരിക്കും? മാക്രോ ആയിരിക്കും. കാരണം മാക്രോന്റെ കോഡാണ് ഇത്, പോ നൈട്രാഫ കാമാസു. സൾഫർ, അത് മാക്രോ ആണോ മൈക്രോ ആണോ ചോദിക്കണം. അപ്പൊ പോ നൈട്രാഫ കാമാസു, അതിൽ എന്താണ്? സൾഫർ ആണ്. അപ്പൊ സൾഫർ എന്തായിരിക്കും? മാക്രോ ആയിരിക്കും. കാരണം അത് മാക്രോന്റെ കോഡാണ്, പോ നൈട്രാഫ കാമാസു. എന്നാ അടുത്തത് ഫോസ്ഫറസ്, അത് മാക്രോ ആണോ മൈക്രോ ആണോ ചോദിക്കണം. അപ്പൊ ഫോസ്ഫറസ്, പോ നൈട്രാഫ കാമാസു, ഫോസ്ഫറസ്. അപ്പൊ അതെന്തായിരിക്കും? മാക്രോ ആയിരിക്കും. കാരണം പോ നൈട്രാഫ കാമാസു ആരുടെ കോഡാണ്? മാക്രോന്റെ കോഡാണ്. ഈ രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പൊ ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളത് മാക്രോ, സ്മാൾ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളത് മൈക്രോ. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയെങ്കിൽ ഇപ്പൊ ഒരു മണ്ണില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൈട്രജൻ എന്ന് പറയുന്ന സാധനം, നൈട്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഒരു മണ്ണിൽ എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത് ലീഫ് കളർ ചാർട്ട്. എന്ത് കളർ ചാർട്ട്? ലീഫ് കളർ ചാർട്ട്. അതായത് this is used to find out how much nitrogen fertilizers need to be added by comparing the color of leaves of plants with the standard picture. അതായത് നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഇതാണ് ലീഫ് കളർ ചാർട്ട്. ഈ ലീഫ് കളർ ചാർട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിന്റെ എലമ ജസ്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്യും. പ്ലാന്റ്സിന്റെ എലന്റെ തൊട്ടടുത്ത് ഈ ലീഫ് കളർ ചാർട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് രണ്ടിന്റെയും കളർ ഇങ്ങനെ കമ്പയർ ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാം? ആ മണ്ണിലുള്ള നൈട്രജൻ ആട്ടോ, നോട്ട് ദ പോയിന്റ്. നൈട്രജന്റെ അളവ് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലീഫ് കളർ ചാർട്ട് വെച്ചിട്ട് ഈ പ്ലാന്റ്സിന്റെ ഇലയും അതുപോലെ തന്നെ ലീഫ് കളർ ചാർട്ടും പരസ്പരം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കളർ കമ്പയർ ചെയ്യും. എന്നിട്ട് കളർ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് ഗ്രീൻ കളറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ പ്ലാന്റ്സിന്റെ ഈ കളറും അതേപോലെ തന്നെ ഈ ലീഫ് കളറിന്റെ കളറും ഏതാണോ മാച്ച് ആവുന്നത്, ആ മാച്ച് ആവുന്നതിൽ ലൈറ്റ് കളറാണ് മാച്ച് ആവുന്നതെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്ന അറിയോ?
അത് ഡെഫിഷ്യൻസി ഓഫ് നൈട്രജനാ. ആ പ്ലാന്റ്സിന് തീരെ നൈട്രജൻ കിട്ടിയിട്ടില്ല. ഡെഫിഷ്യൻസി ഓഫ് നൈട്രജൻ ലൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ സ്വാഭാവികമായിട്ടും ഡാർക്ക് ഗ്രീൻ കളർ ആണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് നൈട്രജൻ ഈസ് പ്രസന്റ് ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റീസ്. അവിടെ അഡിക്വേറ്റ് ക്വാണ്ടിറ്റീസ് നൈട്രജൻ ഉണ്ട് എന്നായിരിക്കും. അതായത് ലൈറ്റ് ആണെങ്കിൽ അവിടെ നൈട്രജൻ കുറവാണ്, ഡെഫിഷ്യൻസി ആണ്. ഡാർക്ക് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, നൈട്രജൻ കൂടുതലായിരിക്കും. അത്രേ ഉള്ളൂ. ലൈറ്റ് ആണെങ്കിൽ നൈട്രജൻ കുറവും, ഡാർക്ക് ആണെങ്കിൽ നൈട്രജൻ കൂടുതലും. അത്രയും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ചാനലിന്റെ അപ്പുറത്ത് നമ്മുടെ ഈ ഒരു ബാച്ചിൽ, നമ്മുടെ ഈ ഒരു ഫാൽക്കന്റെ ഈ ഒരു പ്രീമിയം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസും കിട്ടും, ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഫാൽക്കൻ ബാച്ചിലും ജസ്റ്റ് ഒന്ന് അഡ്മിഷൻ എടുത്ത് വെക്കുക. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ മെല്ലെ മെല്ലെ പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല ഉന്നതമായുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക. സി യു സൂൺ നിങ്ങളുടെ സ്വന്തം പറക്കൽ.